മൺസൂൺ കാലത്ത് മൂന്നാറിലേക്കുള്ള യാത്ര അതിമനോഹരമാണ്. ചട്ടമൂന്നാർ ചെക്ക് പോസ്റ്റിലെ ചെക്കിംഗ് കഴിഞ്ഞ് മൂന്നാറിൻ്റെ മലമടക്കുകൾക്കിടയിലൂടെ മൂന്നാർ ലക്ഷ്യമിട്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇരുവശത്തെയും കാഴ്ചകൾ അതിമനോഹരമാണ്. നോക്കത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ, അങ്ങ് അകലെ കാണുന്ന മലനിരകൾ, മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ കുളിർ കൊരിക്കുന്ന കാലാവസ്ഥയും കാഴ്ചകളും, പാലരുവി പോലെ ഇടിച്ചു കുത്തി ഒഴുകുന്ന പുഴകൾ, ചെറുതും വലുതുമായി പേരറിയുന്നതും അറിയാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങൾ. വരുന്ന വഴി ഒരു ചായക്കട കണ്ടു. അതിൻ്റെ അരികിലായിട്ട് തീ കൂട്ടിയിട്ടിട്ട് അവരവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു തണുപ്പത്ത് ഈ തീച്ചൂടേറ്റ് അവിടെ ഇരിക്കാൻ ഭയങ്കര രസമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിച്ച് കുറേ സമയം സൊറ പറഞ്ഞ് അവിടെ ഇരുന്നു. അതിനുശേഷം പിന്നും മൂന്നാർ ലക്ഷ്യമിട്ട് ഞങ്ങൾ പിന്നും യാത്ര തുടർന്നു. വരുന്ന വഴിയിൽ ഇരുഭാഗങ്ങളും കാണുന്ന കാഴ്ചകളും, പ്രത്യേകിച്ച് മൂന്നാറിൻ്റെ ക്ലൈമറ്റും ആ പച്ചപ്പും നമുക്ക് മറ്റ് ഒരു ഹിൽ സ്റ്റേഷനിലും പോയാൽ കിട്ടാത്ത അനുഭവം അത് മൂന്നാറിന് മാത്രം സ്വന്തമാണ്. കാരണം മൂന്നാറിൻ്റെ 4 വശത്തേക്കുള്ള വഴികളിൽ ഇറങ്ങിയാലും നമുക്ക് മനോഹരമായിട്ടുള്ള 10 അതിലധികമോ കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം എനിക്ക് തോന്നുന്നു മൂന്നാറാണെന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഹിൽ സ്റ്റേഷനും മൂന്നാർ തന്നെയാണ്. അങ്ങനെ മൂന്നാറിൻ്റെ കോടമഞ്ഞും മഴയും ഒക്കെ കണ്ട് യാത്ര ഇങ്ങനെ തുടരുകയാണ്. അങ്ങ് അകലെ നിന്നുള്ള വെള്ളച്ചാട്ടങ്ങൾ പോലും കാണാനായിട്ട് ഭയങ്കര രസമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അനുഭവിച്ച് തന്നെ അറിയണം. കനത്ത മഴയിൽ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച. അങ്ങനെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് മൂന്നാർ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇന്നാണ് മൂന്നാറിലേക്ക് സഞ്ചാരികളെ അനുവദിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് മണ്ണിടിഞ്ഞു വീണതും പാറക്കൂട്ടങ്ങൾ റോട്ടിൽ നിന്ന് മാറ്റിയിട്ടേക്കുന്നതും മരങ്ങൾ ഒടിഞ്ഞു വീണതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴും മഴയ്ക്കൊരു ശമനമില്ല. ഈ ഒരു മഴയും അതോടൊപ്പം കോടമഞ്ഞും, ഈ ഒരു യാത്ര അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അവിസ്മരണീയമാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. മൂന്നാർ ദേവികുളത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയിലാണ് താമസം ഒരുക്കിയിരുന്നത്. ദേവികുളത്ത് നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറി പോകുന്നു. ഒരു 4 സെൻറ്റ് സ്ഥലത്ത് വളരെ മനോഹരമായിട്ട് 4 ബെഡ്റൂം ഹാളുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. വളരെ ചെറിയൊരു പ്രോപ്പർട്ടിയാണ്. വളരെ തുച്ഛമായിട്ടുള്ള വാടകയെ അതിനുള്ളൂ. ഉള്ള സംഭവങ്ങൾ വളരെ മനോഹരമായിട്ട് സംവിധാനിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു പൂന്തോട്ടവും ക്യാമ്പ് ഫയറിനുള്ള സൗകര്യവും ഒരു കുടുംബത്തിന് പാചകം ചെയ്തൊക്കെ കഴിക്കാൻ പറ്റുന്ന കിച്ചൺ സൗകര്യവും ഒക്കെ കൂടി ചേർന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടി. ഒരു ആൻഡ്രോയിഡ് TV ഉണ്ട്, ചെറിയൊരു മ്യൂസിക് സിസ്റ്റമുണ്ട്, വാട്ടർ പ്യൂരിഫൈഡ് ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്. അങ്ങനെ തൽക്കാലം ഒരു ദിവസത്തിന് അല്ലെങ്കിൽ 2 ദിവസത്തിനൊക്കെ കഴിയാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മൗണ്ടൈൻ ചേഴ്സ് എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേര്. ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ഈ ഒരു സ്ഥലത്തിനൊക്കെ ഇപ്പോൾ ഒരു 2 ലക്ഷം രൂപ മുതൽ പെർ സെൻറ്റിന് ഇവിടെ നിന്ന് കിട്ടുമെന്നാണ് അറിയുന്നത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഒരു 5,000-6,000 രൂപയ്ക്ക് ദിവസ വരുമാനമായി കിട്ടുമെന്നാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാവുന്നത്. തലേ ദിവസം വാങ്ങിയ കുറച്ച് ഭക്ഷണമൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഭക്ഷണമൊക്കെ ചൂടാക്കി കഴിച്ചു. പിന്നെ മൂന്നാർ ടൗണിലേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ആഹാരം കഴിക്കാമെന്ന് വെച്ചു. ഞങ്ങൾക്ക് നിരവധി വാട്ടർ ബോട്ടിലുണ്ടായിരുന്നു. ആ ബോട്ടിലൊക്കെ വെള്ളമൊക്കെ ശേഖരിച്ച് അങ്ങനെ ഈ ഒരു മനോഹരമായൊരു പ്രോപ്പർട്ടിയോട് വിട പറഞ്ഞ് ടൗൺ ലക്ഷ്യമാക്കി അടുത്ത ദിവസത്തെ യാത്ര ആരംഭിച്ചു. പോകുന്ന വഴിയിലൊക്കെ മഴ നാശം വിതച്ചത് നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. പല ചെറുകിട സ്ഥാപനങ്ങളും വഴിയോര കച്ചവടമൊക്കെ പൂർണ്ണമായിട്ടും തകർന്നു പോയി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ റോക്ക് കേവിൻ്റെ അടുത്തെത്തി. മലയക്കള്ളൻ ഗുഹ എന്നാണ് പറയപ്പെടുന്നത്. റോബിൻ ഹുഡ് പരിവേഷമുള്ളൊരു കള്ളൻ അദ്ദേഹം കക്കുന്ന മുതലൊക്കെ ഇവിടെ കൊണ്ടുവച്ച് സൂക്ഷിച്ച് ആ ഗ്രാമത്തിൽ താമസിച്ച ആൾക്കാർക്കൊക്കെ വിതരണം ചെയ്തു. അദ്ദേഹം ഉപയോഗിച്ച ഗുഹയാണെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അകത്തേക്ക് നമുക്ക് കയറാം. മഴ ആയതുകൊണ്ട് തന്നെ അകമൊക്കെ ഇങ്ങനെ ചെളി പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. എന്നാലും ജസ്റ്റ് ഒന്നൊരു ഗുഹ എങ്ങനെയാണ് എന്നൊക്കെ കണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ഗുഹയാണ് മലയക്കള്ളൻ കേവ്. അത് കണ്ട് പുറത്തിറങ്ങി ഈ ഭാഗത്തുള്ള എല്ലാ കച്ചവടക്കാരെയും ഒഴിപ്പിച്ചു. ഇവിടെയൊക്കെ നിരവധി കച്ചവടക്കാരുണ്ടായിരുന്നു. കണ്ടില്ലേ, ഈ വലിയ കൂറ്റൻ പാറകളൊക്കെ മുകളിൽ നിന്ന് അടർന്ന് വീണ് റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കിടക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതൊക്കെ എടുത്ത് മാറ്റിയത്. ആ കാണുന്നതാണ് പെരിയ കനാൽ. ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പാലരുവി പോലെ മലമുകളിൽ നിന്ന് ഒഴുകുന്ന വെള്ളം കാണാനായിട്ട് നല്ല രസമാണ്. ഞങ്ങൾ ഒരുപാട് സമയം അവിടെ ചിലവഴിച്ചു. കാരണം അവിടുത്തെ ഒരു പ്രത്യേക സൗന്ദര്യവും വീശിയടിക്കുന്ന കാറ്റും
കച്ചവടക്കാരും. സ്ട്രീറ്റ് ഫുഡ് ഭയങ്കര രസമാണ്. ബ്രെഡ് ഓംപ്ലേറ്റ്, ചായ, കോണ്, അതുപോലുള്ള ചെറിയ ചെറിയ സ്ട്രീറ്റ് ഫുഡുകൾ ഉണ്ടാക്കുന്നത് തന്നെ കാണാൻ മനോഹരമാണ്. ഞങ്ങൾ ഒരുപാട് സമയം അതൊക്കെ കണ്ട് അവരോടൊക്കെ സ്വറ പറഞ്ഞ് ഇങ്ങനെ കുറേ സമയം അവിടെ ചിലവഴിച്ചു. അവിടെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത്. ഏകദേശം നമ്മൾ 1-2 മണിക്കൂർ ഈ കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ കണ്ട് അവരുമായിട്ട് സൗഹൃദമൊക്കെ പങ്കുവെച്ച് അവർ പാചകം ചെയ്യുന്നതൊക്കെ കാണാൻ തന്നെ രസമാണ്. ആ രസം മാത്രമല്ല, നല്ല ടേസ്റ്റുള്ള ഫുഡുമാണ്. അത് ഹെൽത്തി ആണോ ഹൈജീൻ ആണോ എന്നുള്ളതൊക്കെ പിന്നുള്ള കാര്യം. പക്ഷേ ഇങ്ങനെയുള്ളൊരു പിക്നിക് മൂഡിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. നല്ല കാറ്റ് നല്ല വീശി അടിക്കുന്നുണ്ട്. ഞങ്ങൾ ഗ്യാപ്പ് റൂട്ടിലായിരുന്നേ. നമ്മൾ 10-12 വർഷം അവിടെ ഗ്യാപ്പ് റൂട്ടിലാണ്. ഗ്യാപ്പ് റോഡ് ഇപ്പോഴും ഗ്യാപ്പ് റോഡ് അപകട സ്ഥലം ആണ്. അല്ല, ഇതോട്ട് ഇത് അപകട സ്ഥലമല്ലോ. ഉരുൾപൊട്ടലൊക്കെ വന്നു. അതുകൊണ്ട് കണക്ട് മാറ്റിയിട്ടാൽ മതി. ഇപ്പോഴും 1 മാസം കൂടി ആവും. ടൈമിങ് തിരിഞ്ഞ് വേറെ ടൈമിംഗ്. ഇല്ല, അവിടെ പറമ്പുണ്ട്. എങ്ങനെയുണ്ട് മോളെ? നൈറ്റില്ല. സിലിണ്ടർ വണ്ടി. ഇവരുടെ കച്ചവടം ഗ്യാപ്പ് റോഡിലാണ് കഴിഞ്ഞ ആഴ്ചകളിൽ. അപ്പം ഗ്യാപ്പ് റോഡിൽ നിന്ന് സുരക്ഷാ കാരണങ്ങളാൽ അവരൊക്കെ അവിടെ നിന്ന് മാറ്റി അവരിപ്പോൾ ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ്. ഈ പെരിയ കനാലിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. പെരിയ കനാലിൻ്റെ അടുത്ത് വന്ന് 2 ദിവസം ആയതേ ഉള്ളൂ. അവരുടെ കാറ് തല്ലിപ്പൊട്ടിച്ചതിനകത്ത് നിന്ന് ഗ്യാസും മറ്റു സാധനങ്ങളൊക്കെ സാമൂഹിക വിരുദ്ധർ എടുത്തിട്ട് പോയി എന്നുള്ള സങ്കടമൊക്കെ ചേട്ടന്മാർ പറയുന്നുണ്ട്. ചേട്ടനെന്ന് ചായയൊക്കെ കുടിച്ച് നൂഡിൽസൊക്കെ കഴിച്ച് അങ്ങനെ കുറേ സമയം അവിടെ നിന്ന് ചിലവഴിച്ച് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് കുറേ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ മൂന്നാറിനോട് ഇവിടെ പറഞ്ഞ് മലയിറക്കം ആരംഭിക്കുകയായി. പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയുകൊണ്ട് തന്നെ പനിയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ചെന്ന് ആ ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മരുന്നും വാങ്ങിച്ച് കൂട്ടത്തിൽ ഒരാൾക്ക് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞ് വളരെ വൃത്തിയോടും വളരെ മനോഹരമായിട്ടും സൂക്ഷിക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ്, കുടുംബ ആരോഗ്യ കേന്ദ്രമാണ് ചിന്നക്കനാൽ കുടുംബാരോഗ്യ കേന്ദ്രം. അവിടുത്തെ ഡോക്ടർമാരൊക്കെ വളരെ നന്നായിട്ടും വളരെ മനോഹരമായിട്ടും സ്വീറ്റായിട്ടൊക്കെയാണ് ഇടപെട്ടത്. സൂര്യനെല്ലി ലക്ഷ്യമാക്കി ഞങ്ങളിങ്ങനെ യാത്ര തുടങ്ങി. യാത്രാ വഴി മധ്യേ ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണിത്. പുള്ളിക്കാരൻ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ കുടുങ്ങിപ്പോയതാണോ അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും വൃത്തിയാക്കലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും നിൽക്കുന്നതാണോ, സ്വദേശിയാണോ വിദേശിയാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഒരു ടാർസനെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഒരാൾ അവിടെ ആ വെള്ളച്ചാട്ടത്തിൽ ഇങ്ങനെ നിന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂർ ഇങ്ങനെ നോക്കൊണ്ട് നിന്നു എന്താണ് ഇയാൾ ചെയ്യുന്നതെന്ന്. പക്ഷേ പുള്ളി അത് തന്നെ അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം വൈകുന്നതിന് മുമ്പ് മല ഇറങ്ങണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അദ്ദേഹത്തെ തനിച്ചാക്കി ഞങ്ങൾ യാത്ര തുടർന്നു. വരുന്ന വഴിക്ക് ചെറിയ മഴ പെയ്യുന്നുണ്ട്. ആനയിറങ്ങൽ ഡാം. അപ്പോഴാണ് നമ്മൾ ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലെ ഓറഞ്ച് മരം ശ്രദ്ധയിൽപ്പെട്ടത്. അവിടെ ഇവിടെ 1-2 ഓറഞ്ച് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട്. അത് ആ ഓറഞ്ച് പൊട്ടിക്കാൻ ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത്. പല വഴികൾ നോക്കി, പക്ഷേ ലക്ഷ്യമില്ല. ഏറ്റവും അവസാനം ഒരുപാട് കഷ്ടപ്പെട്ട് 2-3 ഓറഞ്ച് ഞങ്ങൾ കൈക്കലാക്കി. ആ കൈക്കലാക്കുന്നത് വരെയുള്ള രസം തന്നെയാണ് ഉണ്ടായിരുന്നുള്ളത്. അത് ഭക്ഷ്യയോഗ്യമല്ല, ഭയങ്കര പുളിയുള്ളതാണ്. എന്നാലും അത് കൈ കിട്ടിയപ്പോഴത്തേക്കും ഒരു സന്തോഷം. ആ സന്തോഷത്തോടെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. പണ്ടൊക്കെ സ്ത്രീകൾ കൈകൊണ്ടാണ് തേയില നുള്ളിയിരുന്നത്. എന്നാൽ ഇന്ന് അത് മാറി മെഷീനായി. തേയില നുള്ളുന്നൊരു പ്രത്യേക മെഷീൻ വഴിയൊക്കെയാണ് ഇപ്പം തേയില നുള്ളുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലും യന്ത്രങ്ങളും ടെക്നോളജിയൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂന്നാറിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ യാത്രകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു സ്ഥലവും ലക്ഷ്യമാക്കി ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്.